സിന്ദൂരം മാമ്പഴമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് തരുന്നത്. കണ്ടോ, ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള സിന്ദൂരം മാമ്പഴമാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മുടെ നാടുകളിൽ ഈ സിന്ദൂരം മാമ്പഴം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ അത്രയ്ക്ക് നല്ല അനുയോജ്യമായ ഒരു കാലാവസ്ഥയുള്ള ഒരു സ്ഥലങ്ങളിൽ മാത്രമേ സിന്ദൂരം മാമ്പഴം ഉണ്ടാവാറുള്ളൂ കേട്ടോ. പൊതുവേ കേരളത്തിൽ വളരെ കുറവായിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ മാങ്ങയണ്ടി മുളച്ചുണ്ടായ ഒരു മരമായിരുന്നു കേട്ടോ, മാവായിരുന്നു കേട്ടോ ഇത് മാങ്ങ ഉണ്ടാവാനായിട്ട് 15 വർഷം എടുക്കേണ്ടി വന്നു. മാവ് മുളച്ച് വന്നിട്ട് 15 വർഷത്തിന് ശേഷമാണ് ഇതിനകത്ത് മാങ്ങ ഉണ്ടായി കിട്ടിയത് കേട്ടോ. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ 2-3 മാങ്ങയൊക്കെയാണ് ഉണ്ടായി കിട്ടിയിരുന്നത്. ഏറ്റവും ആദ്യമായിട്ടുണ്ടായപ്പോൾ ഒരു മാങ്ങ മാത്രമാണ് ഉണ്ടായത്. പിന്നീട് 2-3 മാങ്ങ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഈ വർഷം എന്താ കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്. 10-20-25ഓളം മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ചുവന്ന നിറത്തിലുള്ള മാങ്ങയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല മധുരമാണ്. മാമ്പഴം ഉൾഭാഗം ആണെങ്കിലും നല്ല ഓറഞ്ച് കളറാണ്. ഓറഞ്ചും യെല്ലോയും ചേർന്ന കളറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. അപ്പോൾ അത് വളരെ സന്തോഷം ഞങ്ങൾക്കിതൊക്കെ ഉണ്ടായി കിട്ടിയപ്പോൾ. അപ്പോൾ അതെല്ലാം വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതി വീഡിയോ എടുത്തതാണ് കേട്ടോ. മാവിന് അധികം ഉയരമൊന്നുമില്ല കേട്ടോ. സാധാരണ ഒരു ചെറിയ മാവാണ്, വളരെ ഉയരത്തിലൊന്നുമല്ല പോയിട്ടുള്ളത്. ടെറസിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് മാങ്ങയൊക്കെ പറിച്ചെടുക്കാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. മാവിൻ്റെ ഇലകൾക്കും മാവിൻ്റെ ഒരു ചെറിയ പ്രത്യേകതയൊക്കെ ഉണ്ട്. സാധാരണ മാവ് പോലെ അല്ലാട്ടോ ഇരിക്കുന്നത്, കുറച്ച് വ്യത്യാസമുണ്ട് ഇലകൾക്കായാലും. പിന്നെ മാവ് പൊതുവെ നിൽക്കുന്നത് കണ്ടാൽ നമ്മുടെ നാടൻ മാവിനങ്ങളെക്കാളും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. മാങ്ങ മൂത്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഓറഞ്ച് കളറായിട്ട് അല്ലെങ്കിൽ റെഡ് കളറായിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അത് നന്നായി പഴുത്ത മാങ്ങയാണ് ഇപ്പോൾ റെഡ് കളറായിട്ട് കിടക്കുന്നത്. ഇതാണ്ടോ, ഇത് മൂത്ത് വന്നിട്ടാണ്. മാങ്ങ മൂത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ റെഡ് കളറിലേക്ക് മാറുന്നത്. ഇതാണ്ടോ, നന്നായി പഴുത്ത മാമ്പഴമാണ് നല്ല റെഡായിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് താഴെ വീണാലും ഉടഞ്ഞു പോകുകയൊന്നുമില്ല കേട്ടോ. നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ തൊലിക്ക്. അപ്പോൾ ഇത് നമ്മൾ ചെത്തിയെടുക്കുമ്പോഴും മാങ്ങ തൊലി ചെത്തിയെടുക്കുമ്പോഴും അതിന് നല്ല ഉറപ്പായിട്ടുള്ള മാങ്ങയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അഴുകി പോകുന്നൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. പക്ഷെ കൂടുതലൊന്നും ഒന്നുമില്ല കേട്ടോ. അധികം ഉണ്ടായി തുടങ്ങിയിട്ടില്ല. 4-5 വർഷം, ഇത് 5ാമത്തെ വർഷമാണ് ഈ വർഷം മാങ്ങ ഉണ്ടായത് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിലും പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഇത് മഴ പെയ്തതിന് ശേഷം ഇതിനകത്ത് പുഴുവൊന്നും ഇല്ല കേട്ടോ. മഴ പെയ്യുന്നതിന് മുൻപ് 3-4 മാങ്ങകൾ പഴുത്ത് കിട്ടിയിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ നിറച്ച് പുഴുവായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയതിന് ശേഷം കിട്ടുന്ന മാങ്ങയിൽ പുഴുവൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അത് മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ നല്ല മാങ്ങകൾ പല ഭാഗത്തും പഴുത്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് പറിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. വേണ്ടോ, മാങ്ങ നന്നായിട്ട് പഴുത്ത മാമ്പഴമാണ് ഈ കാണുന്നത്. നല്ല റെഡ് കളറാണ് അതിൻ്റെ തൊലിക്കുള്ളത് കേട്ടോ. നല്ല റെഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് അത്ര ഭംഗിയായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. നല്ല റെഡ് കളറാണ്.